നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ശ്രീ മഹേശ്വര ഗംഗ എഴുന്നേക്കാത്തത്? എന്താ ഗംഗ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ചല്ലേ, എന്താ എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? മാളു, അച്ഛാ, അച്ഛാ ഗംഗ ഗംഗേ, ഗംഗേ, ഗംഗ കിടന്നോളൂ. സാരില്ല, മഹേട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഗംഗ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ശ്രീ മഹേശ്വര, നീ കാത്തു. ഗംഗ പറഞ്ഞ ശരിയാച്ചാ, ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം ഭഗവാൻ നടത്തി തരും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖാവണേന്ന് ഞാൻ ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ചു. ഭഗവാനാ നിങ്ങളെ രക്ഷിച്ചത്. ഗംഗേ, നീ എന്തിനാ നിന്റെ ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചത്? എന്റെ ഈ ജീവൻ മഹേട്ടിനുള്ളതാ. ഈ ജീവിതം എനിക്ക് മഹേട്ടൻ തന്നതാ. മഹേട്ടിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇല്ല ഗംഗേ, ഒരു മരണത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എന്നും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അതെ മഹേട്ട, എന്റെ ആഗ്രഹവും എന്നും ഈ മാളൂട്ടിയുടെയും മഹേട്ടിന്റെ ഒപ്പം ഉണ്ടാവണമെന്ന് തന്നെയാ. മഹിയാണ് വിഷം തീണ്ടിയതെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയില് ഗംഗയിലും അത് പകർന്നിട്ടുണ്ടാവാം. അതോർക്കുമ്പോ എനിക്ക് ആകെ ടെൻഷനാണ്. എന്റെ അവസ്ഥ മുത്തശ്ശി മനസ്സിലാക്കണം. മോൻ പറയുന്നത് എനിക്ക് മനസ്സിലായി.
ഗംഗയെ ഞാനിപ്പോ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശി. ഇനിയുള്ള എന്റെ ജീവിതം തന്നെ ഗംഗയ്ക്ക് വേണ്ടിയാ. അവളെ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് പോവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. മോൻ ഇന്നിനി പോവണ്ട, ഇവിടെ നിന്നോ. ഞാൻ ദേവയാനോട് സംസാരിക്കാം. താങ്ക് യു മുത്തശ്ശി, താങ്ക് യു സോ മച്ച്. അച്ഛാ, ഗംഗയെ അയാൾ കല്യാണം കഴിക്കോ അച്ഛാ? അയാള് ഗംഗയെ നോക്കുന്ന കണ്ടില്ലേ? കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്ന കണ്ടില്ലേ? ഇനി ഗംഗ അയാളെ സ്നേഹിക്കോ അച്ഛാ? ഗംഗയുടെ അസുഖം വേഗം മാറിയാ മതിയായിരുന്നു. വേഗം മാറുമോ അച്ഛാ? മാറും. ഗംഗയുടെ ശ്രീ മഹേശ്വരൻ ഗംഗയ്ക്ക് എന്നും നല്ലതേ വരുത്തൂ. അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്? എന്നിട്ട് ശ്രീ മഹേശ്വരൻ എന്താ അയാളെ ഇവിടെ നിന്ന് ഓടിക്കാത്തത്? ഗംഗയെ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യവും മോതിരം ഇട്ട കാര്യവും ശ്രീ മഹേശ്വരൻ അറിഞ്ഞു കാണില്ലേ? ഗംഗ പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കാവോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? അയാൾ എപ്പോഴും ഗംഗയുടെ പുറകെ നടക്കാം. ഗംഗയുടെ ഇഷ്ടം വാങ്ങിയെടുക്കാൻ നോക്കുക. അയാളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണോ അച്ഛാ? പാവം മഹിയേട്ടൻ. എന്റെ മോളുടെ ഈ സങ്കടം ഞാൻ എങ്ങനെ സഹിക്കും? അന്നാകുലിന്റെ കള്ള നാടകം ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.